വിചിത്രമാണ്, അപകടകരവും. കടത്തുതോണിക്ക് പകരം പാലം വരാൻ നാട്ടുകാരും കുട്ടികളും കാത്തിരുന്നു. 2013 തൂക്കുപാലം വന്ന് വർഷം 2 കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിന് സ്വന്തമായൊരു നഴ്സിനെയും വെക്കേണ്ടി വന്നു തിരൂർ കൂട്ടായി ഹൈസ്കൂളിലെ അധ്യാപകർക്ക്. പിന്നെയെല്ലാം ഒരു നൂലിന്മേൽ കളിയായി മാറി. സ്കൂളിൽ നേഴ്സുണ്ട്, അവർക്ക് സ്ഥിരമായിട്ടുള്ള പണി എന്താ വെച്ചാൽ ഈ കുട്ടികളുടെ കാൽമ മുറിയായത് കെട്ടിക്കൊടുക്കലും പിടിക്കലുമാണ്. ഡ്രസ്സ് ഒന്ന് പിന്നെ ഇതിൻ്റെ ഈ കമ്പി തട്ടിയിട്ട് കുളത്തിൽ കയറുക, അതേമാതിരി അവരുടെ ചെരുപ്പ് ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ഇതിന് താഴേക്ക് വീണിട്ടുണ്ട്. അങ്ങനെ പല അപകടങ്ങളും ഈ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ കുട്ടികളടക്കം ഓരോരുത്തരും ജീവനും കയ്യിൽ പിടിച്ചാണ് ഇതിലെ നടന്നു പോകുന്നത്. ഇളക്കത്തിലോ തിക്കിലോ തിരക്കിലോ ഒന്ന് തെന്നിയാൽ തകർന്ന കമ്പി വേലികൾക്കിടയിലൂടെ താഴേക്ക്. എന്നും കാറ്റ് മഴയാക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ പേടിയാണ് ഇതിലേക്ക് വെക്കുമെന്ന്. ഇതിൽ കൂടെ പോകുമ്പോൾ കുറച്ച് ശല്യമായിട്ടുണ്ട്, കാൽമലൊക്കെ മുറിയാവലൊക്കെ ഉണ്ട്. ഇത് തട്ടിയിട്ടൊക്കെ വീണിട്ട് ഡ്രസ്സൊക്കെ കയറിയിട്ടൊക്കെ നടന്നു. സ്കൂളുകൾക്ക് പുറമെ കോളേജും കുറച്ചപ്പുറത്ത് മലയാളം സർവകലാശാലയും എല്ലാവരും ആശ്രയിക്കുന്ന തൂക്കുപാലമാണിത്. മംഗലം പുറത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം തുറന്നുകൊടുത്തതിൽ പിന്നെ ഒരു അറ്റകുറ്റപ്പണിയും നടന്നില്ല. തുരുമ്പെടുത്ത് നശിച്ചു. സ്കൂളിലെ അധ്യാപകർക്കും ആദിയാണ്. മിക്ക അധ്യാപകരും പാലം വരെ വന്ന് കുട്ടികളെ അക്കരെ എത്തിക്കും. ഇതിൻ്റെ നെറ്റുകൾ മുഴുവൻ ദ്രവിച്ച് ഈ നടപ്പാത മുഴുവൻ ദ്രവിച്ച് വളരെ പ്രയാസകരമായ രീതിയിലാണ് ഈ കുട്ടികളൊക്കെ പോകുന്നത്. ചവിട്ടുപടി വരെ തകർന്നു. മധ്യഭാഗത്ത് വിള്ളലുണ്ട്. നാട്ടുകാരും ആശങ്കയിലാണ്. 5ാം ക്ലാസ് മുതൽ ഡിഗ്രി ഡിപ്ലോമ എടുക്കാൻ പറ്റിയ കുട്ടികളടക്കം പോകുന്ന ഒരു പാലാണിത്. ഇതിൻ്റെ അവസ്ഥ ഏത് രൂപത്തിലാണ് നമ്മൾ സർക്കാരിനോട് ബോധിപ്പിക്കേണ്ടത്? നമ്മൾ ബോധിപ്പിച്ചിട്ട് ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ലല്ലോ. ഇതിയോടെ തന്നെ 2-3 പ്രാവശ്യം ഞങ്ങൾ പരാതി കൊടുത്തിരുന്നായിരുന്നു, തന്നെ തിരിഞ്ഞു കിട്ടില്ല. 3 വർഷം മുമ്പ് 2.5 കോടി മുടക്കിയാണ് പാലം നിർമ്മിച്ചത്. എല്ലാം ഒരു നൂൽപ്പാലത്തിൽ കളിയാണ്. ഇനി സേഫ്റ്റിക്ക് വേണ്ടി ഈ അരികുവശം പിടിച്ചാലും അപകടമുറപ്പ്. ക്യാമറമാൻ സുജി പട്ടാമ്പിക്കൊപ്പം ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.